വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ പെരട്ടാണ് നമ്മളിന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് നമ്മൾ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെഗ് പീസും ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടുന്ന മസാലക്കൂട്ട് നമുക്ക് തയ്യാറാക്കാം. കുറച്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഒരു 6-7 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 സ്പൂണോളം ചെറിയ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു 2 കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ഗ്രാമ്പു കൂടി അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. അതൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുത്ത ശേഷം നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അധികം പൊടിഞ്ഞു പോകരുത്. ഈ ഒരു രീതിക്ക് തരിതരിയായിട്ട് അതൊന്ന് പൊടിച്ചെടുക്കണം. ഇനി അതേ പാത്രത്തിൽ തന്നെ നമ്മൾ 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു മീഡിയം സൈസിലുള്ള 2 ഉള്ളി ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. അതിനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതൊന്ന് മിക്സ് ആവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. മുഴുവൻ ചിക്കൻ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ പെരട്ടാണ്. അധികം പൊടികളൊന്നും നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി അതൊന്ന് ചിക്കനായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചിക്കനിൽ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് നോക്കിയിട്ട് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അതിലേക്ക് 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ വെച്ചിട്ട് ഇനി അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആ മസാലയൊക്കെ പിടിക്കുന്ന രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു കപ്പിൻ്റെ 1/4 ഭാഗത്തോളം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനിൽ ആവശ്യത്തിന് വെള്ളം ഉണ്ടാവും. അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പോളം വെള്ളം കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. ചിക്കൻ ഒന്ന് പകുതി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ മസാലക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചുകൂടെ അതിൻ്റെ ഗ്രേവി വറ്റാനുണ്ട്. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് സമയം കൂടെ അതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്രേവിയൊക്കെ വറ്റി പാകത്തിനുള്ള ഗ്രേവിയൊക്കെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പെരട്ടാണിത്. അധികം മസാലകളൊന്നുമില്ല. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗ്രാമ്പുവും പട്ടയും വറ്റൽമുളകും ഒക്കെ ചേർത്തിട്ടുള്ള ആ ഒരു മസാലക്കൂട്ട് തന്നെയാണ് നമ്മുടെ ചിക്കൻ പെരട്ടിനെ വളരെ സ്വാദിഷ്ടമാക്കുന്നത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ടേസ്റ്റി ചിക്കൻ പെരട്ടാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ, ടാറ്റാ.